ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാധാമണീസ് വേൾഡ്. ഇത് കാനഡയിലാണ്. കാനഡയിലുള്ളപ്പോൾ എടുത്ത പല വീഡിയോസും ഉണ്ട്. ഇത് ലിറ്റിൽ കാനഡ കാണാൻ പോയപ്പോൾ ഉള്ള ഭാഗമാണ്. അതിൻ്റെ എൻട്രൻസിന് മുമ്പുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കയറണം. ആദ്യം തന്നെ നയാഗ്ര ഫോൾസ് ആണ് നമ്മൾ കാണുന്നത്. എന്തോ നീ നയാഗ്ര ഫോൾസ് കണ്ടിട്ടുണ്ടോ? നീ വിവിധ ഭാഗങ്ങളാണ് നമുക്ക് കാണാനുള്ളത് കാനഡയുടെ. ഒരു മിനി കാനഡ തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള സൈറ്റാണ് കാണാൻ പോകുന്നത്. ഓരോ ഭാഗങ്ങളും നമുക്ക് കാനഡയുടെ പ്രത്യേക ഭാഗങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് കാണുമ്പോൾ ഓരോ സ്ഥലങ്ങളും മനസ്സിലാക്കാം നമുക്ക്. ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷനാണ് കാണുന്നത്. ദൂരെ അങ്ങോട്ട് ഒരു ട്രെയിൻ പോകുന്നതാണ്. ഡബിൾ ഡെക്കർ ട്രെയിനാണത്, ഗോ ട്രെയിൻ. കാനഡയിലെ വീടുകളും പാടങ്ങളും പുഴകളും പിന്നെ തടാകങ്ങളും ഒക്കെ കാണാം. കണ്ടില്ലേ, വാസ്റ്റ് ഫീൽഡ്സൊക്കെ കാണാനുണ്ട്. പിന്നെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെയൊക്കെ ഇതാ ഫീൽഡ്സ് കണ്ടു. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. കുറേ വീടുകൾ ഒരുമിച്ചായിരിക്കും കാണുക. പിന്നെ വീണ്ടും കുറേ വാസ്റ്റായിട്ടുള്ള ഫീൽഡ്സ് കാണും. ഇത് ടൊറൻറ്റോ സിറ്റിയാണ്. നേതൻ ഫിലിപ്സ് സ്ക്വയർ ഒരു പ്രധാനപ്പെട്ട ഏരിയ, ഏറ്റവും ഹാർട്ട് ഏരിയ ഓഫ് ടൊറൻറ്റോ ആണ്. ടൊറൻറ്റോ ഒരു ലാർജസ്റ്റ് സിറ്റിയാണ് കാനഡയിലെ. ഇത് അതിമനോഹരമായിട്ടുള്ളൊരു സിറ്റി. നിറയെ സ്കൈ സ്ക്രേപ്പേഴ്സാണ്, കാണാൻ വളരെയേറെ ഉണ്ട്. ഇതിന് ഞാൻ വീഡിയോ ഒരെണ്ണം വേറെ ഇട്ടിട്ടുണ്ട്, നേതൻ ഫിലിപ്സ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഇടാം, എല്ലാവരും കാണണേ. ഇതിൽ തന്നെ നൈറ്റിലെ വ്യൂ കാണിക്കുമ്പോഴാണ് ഈ ബ്ലൂ കളർ കാണുന്നത്. അല്ലാത്ത ഡേ ടൈമിൽ കാണിക്കും. അങ്ങനെ മാറി മാറിയാണിത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നതിൽ. റോട്ടിലൂടെ ഒരു ട്രാം പോകുന്നത് കണ്ടോ? വിവിധ ഷേപ്പിലുള്ള
വളരെ വളരെ ടോളായ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കാണാം. ഇത് രാത്രിയിൽ കാണുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓരോ അപ്പാർട്ട്മെൻറ്റിലും നല്ല വ്യൂ അല്ലേ. അകലെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ് ഇതൊക്കെ കാണാൻ. CN ടവറും കാണാം. CN ടവറിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാസ്കറ്റ് ബോൾ ഒക്കെ നടക്കുന്ന സ്ഥലം. സ്റ്റേഡിയം. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ടൊറൻറ്റോ. സ്കൈ ഡോം എന്ന് പറയുന്ന റോക്കേഴ്സ് സെൻ്ററാണിത്. വളരെ വലുതാണിത് കേട്ടോ. അത് തുറക്കുന്നതൊക്കെ കാണാം. ഇതാ ഈ ടവറിൻ്റെ CN ടവറിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് ഇതൊക്കെ. ഇത് ഓപ്പൺ ചെയ്യുന്നത് കാണാം. തുറന്നു കണ്ടോ? ഇതാ വലിയ സ്റ്റേഡിയം, കുറേ സെലിബ്രേഷൻസും സ്പോർട്ട് ഇവൻറ്റ്സും കുറേ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണിത്. ഇത് അടയ്ക്കാനും തുറക്കാനും പറ്റും. ഹാമിൽട്ടണിലെ സ്റ്റീൽ പ്ലാന്റ് കാണാം. വലിയ സ്റ്റീൽ പ്ലാന്റാണത്. പിന്നെ ഇതാ സ്കൈവേ ബ്രിഡ്ജ് ആണത്. അതും വലിയ ബ്രിഡ്ജാണ്. ആദ്യത്തെ ചായക്കടയാണ് കാണുന്നത്.
വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നോക്കിയേ ഈ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടെ കളർഫുള്ളായി വളരെയധികം കളേഴ്സാണ് കാണുന്നത്. എല്ലാ മരങ്ങളും ഡിഫറെൻറ്റ് കളേഴ്സാണ്. പുല്ലുകളടക്കം കളേഴ്സിലാണ്. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. എല്ലാ മരങ്ങളും പൂക്കൾ പോലെയായിരിക്കും, പല കളേഴ്സിലും. ഒണ്ടേറിയോ പ്രോവിൻസിലാണ് ടൊറൻറ്റോ ദ ലാർജസ്റ്റ് സിറ്റിയും അതുപോലെ ഓട്ടുവ ക്യാപിറ്റൽ സിറ്റി, അത് രണ്ടും ഉള്ളത്. ഇവിടെ നിന്നും ഓട്ടുവ കാണാം. ഇവിടെ നിന്ന് ഓട്ടുവ തുടങ്ങുന്നു. ഓട്ടുവ മീൻസ് നമ്മൾ പറയുന്ന ഒട്ടാവ, മലയാളത്തിൽ പറഞ്ഞു പഠിച്ച് ഒട്ടാവ എന്നാണ്. ഓട്ടുവ ആണ് പ്രൊനൗൺസിയേഷൻ. അപ്പം ഇവിടുന്ന് തുടങ്ങി ഓട്ടുവ സിറ്റി കാണാം. കുറേ ഏറെയുണ്ട്, ഫേമസ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. പാർലമെൻറ്റ് ഹൗസ്, ഇങ്ങനെ അതിനോടനുബന്ധിച്ചുള്ള കുറേ ബിൽഡിങ്സൊക്കെ ഇവിടെ കാണാം. കാനഡയുടെ പാർലമെൻറ്റ് ഹൗസാണ് കാണുന്നത്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, കാണാത്തവരൊന്ന് കാണണേ. വിൻ്റർ തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. മരങ്ങളൊക്കെ കളർ ചേഞ്ച് ആയി തുടങ്ങി. ഇനി അതിൻ്റെ ഒരു ഭംഗി കുറച്ച് അങ്ങനെ അങ്ങോട്ട് കാണാം. അടിപൊളി സൈറ്റാണ്. എല്ലാ മരങ്ങളും കളർഫുൾ, എല്ലാ ഭാഗങ്ങളും കളർഫുള്ളായിട്ട് കാണാം. ഇത് ഓട്ടുവ റിവറാണ്. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ബിഗ് റിവർ. അതിൻ്റെ അപ്പുറത്ത് ക്യൂബക് സിറ്റിയാണ്, വേറെ പ്രോവിൻസാണ്. ക്യൂബക് സിറ്റിയിലെ ഗാട്ടിനോ എന്ന് പറഞ്ഞ സ്ഥലമാണ് നേരെ ഓപ്പോസിറ്റ്, പാർലമെൻറ്റിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, ഓട്ടുവ റിവറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഓട്ടുവ റിവറിൻ്റെ ഭാഗത്ത് കാണുന്ന കാനഡയിലെ വെടിക്കെട്ടും ഉഗ്രം വെടിക്കെട്ട് അത് കാണാം. ഇവിടെ നിറയെ വലിയ വലിയ ഹോട്ട് എയർ ബലൂൺസ് കാണുന്നില്ലേ?
ഇത് അടുത്ത പ്രോവിൻസായ ക്യൂബക്കിലെയാണ്. ഗാറ്റിനോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബലൂൺ ഫെസ്റ്റിവലാണ്. എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. ഈ ബലൂണുകളൊക്കെ ഹോട്ട് എയർ ബലൂണാണ്. എത്ര വലിയ ബലൂൺസ് ആണെന്നറിയോ. കാണാൻ നല്ല രസമാണത്. അതൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മിനി കാനഡയിൽ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു ആർക്കിടെക്ചർ തന്നെ എന്ന് പറയാം. ഇതുപോലെ മിനി കാനഡ കണ്ട അതേപോലെ തന്നെ നമ്മളെ മിനിയാക്കി തരും, നല്ല ചെറിയ രൂപങ്ങളാക്കിയിട്ട് തരുന്ന ഒരു സ്ഥലമാണ് ലിറ്റിലൈസേഷൻ സെൻറ്റർ. ഇത് മൗണ്ട് സെയിൻറ്റ് ആൻ. അവിടെ മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുകയാണ്, സ്നോ. ഒരു റോമൻ കാത്തലിക് ചർച്ചാണത്. സ്നോഫോൾ കഴിഞ്ഞ് കിടക്കുന്ന ഹിൽസൊക്കെയാണ് കാണുന്നത്. അതിലെ ബിൽഡിങ്സും ആ വഴിത്താരകളും ഒക്കെ കാണാം. Each exhibit has a message too, and they're all built. Each exhibit is built. റോസൻ വാട്ടർഫോൾ. അതൊരു സിറ്റേഡലാണ്, ഫോർട്ട്, കോട്ട. ക്യൂബക്കിലെ ഒരു വലിയ ബ്രിഡ്ജ് കണ്ടില്ലേ. ഇവിടെ ഒരു ഫോർട്ടുണ്ട് ക്യൂബക്കിലെ. വെള്ളം നോക്ക്, വെള്ളത്തിൽ മൊത്തം ഐസും കട്ടയാണ്, വലിയ ബാറുകൾ. ഈ ഐസ് ബ്ലോക്സൊക്കെ തട്ടി മുട്ടിയും വേണം ഈ ഷിപ്പിനും ബോട്ടിനും ഒക്കെ പോകാൻ വേണ്ടിയും. ഈ സ്നോ കവേർഡ് ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് കാണാൻ വേറിട്ടൊരു അനുഭവം തന്നെയാണ്. ഒരു പ്രത്യേക ഒരു സൈറ്റ് തന്നെയാണത്. നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണല്ലോ. 这个叫 Quebec 的滑雪，我们Club Med 好像真就是那个山。哎，Joe Jeremy, this girl is dunking. Slam dunk. 这个不是最后一个舞吧？ Sending a signal saying, hey, stop moving, you're going to hit me. Exactly, but our cars listen. And they receive that information, and since our cars are very polite and very Canadian, they listen. So we don't get a car crash, we get nice, oh, I'm sorry, oh, no, I'm sorry, oh, I'm sorry, no, I'm sorry, I'm waiting for you, buddy. Okay, fantastic. And that's how the cars work. Now, what's your favorite thing you've seen today? What's your favorite? The snowboarding one? Rockies, വീണ്ടും നൈറ്റ് വ്യൂ ആണ്. അതാണ് ഈ ബ്ലൂ കളർ കാണുന്നത്. Found another moose. Where?
guys, I found them. Did you? Oh, over there, yeah. There's lobster on it. ഇതാ അകലെ ഈ ഒരു ഫാം കാണില്ലേ, ക്യാവൻഡിഷ് ഫാം എന്ന് പറഞ്ഞത്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഫാക്ടറികളാണ്, വലിയ ഫാമിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫാക്ടറീസും അതിൽ ആ സാധനങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് അങ്ങനെ ഓരോ സ്ഥലത്ത് അതാത് സ്ഥലങ്ങളിലാണ്. അങ്ങനെ ഈ വലിയ കാനഡയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞില്ലേ. എല്ലാ ഭാഗവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വളരെ കുറച്ച് ഭാഗങ്ങളായിട്ടുള്ളൂ. ഇവരെ ഇങ്ങനൊരു തീമും ഇങ്ങനെയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കാനഡേനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയത് എന്നുള്ളതാണ്. അത് കുറേ ഭാഗങ്ങൾ ഇനി ഉൾപ്പെടുത്താനുണ്ട്, അവർ ഇനിയും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു മിനി കാനഡയിൽ നമുക്ക് കാനഡയിൽ കുറേ ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. ഇത് ശരിക്കും കാനഡേനെ അറിഞ്ഞ് ഇത് അതുപോലെ സെറ്റ് ചെയ്യണതല്ലേ, ഒരു വല്ലാത്തൊരു വലിയൊരു വർക്ക് തന്നെയാണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.